സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 26 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനം വന്നെങ്കിലും ആറന്മുളയിലും തിരുവല്ലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നി ആറന്മുള ടൗണിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കി കല്ലാർകുട്ടി പാംബ്ല ഡാമുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണം തുടരുന്നുണ്ട്. മലയോര മേഖലയിലൂടെയുള്ള യാത്ര പരമാവധി അത്യാവശ്യങ്ങൾക്ക് മാത്രമാക്കണമെന്നാണ് നിർദ്ദേശം. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 120.70 അടിയായി. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 2349.28 അടിയാണ്. വയനാട് ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചുരത്തിൽ മഴ ശക്തമായിരുന്നു. ഇതോടെ ഇതര സംസ്ഥാനത്തു നിന്നും ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് നാളെയും മഴ തുടരും. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പ് അവസാനിക്കുന്നതുവരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് രാമപുരം പഞ്ചായത്തിലെ ചിറക്കണ്ടം വാർഡിൽ റോബിയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുറ്റത്തോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞത്. കിണർ ഉപയോഗശൂന്യമായി. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ആലപ്പുഴ അമ്പലപ്പുഴയിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയെത്തിയ തടി ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യമാണ് കെട്ടിക്കിടക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയുള്ള നീരൊഴുക്ക് ഭാഗികമാണ്. 2 ദിവസങ്ങളിലായി ഒഴുകിയെത്തിയ തടി, ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിടക്ക, മുള, വല തുടങ്ങി നിരവധി വസ്തുക്കളാണ് സ്പിൽവേ ഷട്ടറിൽ കെട്ടിക്കിടക്കുന്നത്. ഇന്ന് രാവിലെ കുട്ടനാട് MLA റെജി ചെറിയാൻ ഇവിടം സന്ദർശിച്ച ശേഷം മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.